Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala sahibi syara'il qawim wal manhajil mustaqim Muhammadin wa ala alihi wa ashabihi wa man tabi'ahum bi ihsanin ila yaumiddin. Amma ba'du, ittaqullaha ibadallah. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ അൽ ഇൻഷിഖാഖ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 25 സൂക്തങ്ങളാണ് ഈ സൂറയിലുള്ളത്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അന്ത്യദിനം നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവ പാരായണം ചെയ്തു കൊള്ളട്ടെ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ സൂറകളിൽ ഒന്നുകൂടിയാണ് സൂറ അൽ ഇൻഷിഖാഖ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ അവതരിച്ച സൂറയായിക്കൊണ്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ആകാശത്തിനും ഭൂമിക്കും അതുപോലെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള പാഠഭാഗങ്ങളാണ് ആദ്യ ആയത്തുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت. ഇൻഷഖ യൻഷഖു എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഇൻഷിഖാഖ് എന്നുള്ള ഈ സൂറയുടെ പേര് ലഭിച്ചിട്ടുള്ളത്. ഇൻഷഖ യൻഷഖു എന്ന പദത്തിന്റെ അർത്ഥം നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സൂറ അൽ ഇൻഫിത്താർ പഠിച്ച സന്ദർഭത്തിൽ ഇൻഫത്തറ യൻഫത്തിറു, അത് തന്നെയാണ് ഇൻഷഖ യൻഷഖു, പൊട്ടിപ്പിളർന്നു എന്നാണ് അർത്ഥം. ഷഖ അതിന്റെ ഇൻഫഅല രൂപമാണ് ഇൻഷഖ. ഇദസ്സമാഉ ഇൻഷഖത്, ആകാശം അത് പൊട്ടിപ്പിളരുമ്പോൾ, ആകാശം പൊട്ടിപ്പിളരുന്ന അവസ്ഥ അന്ത്യദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമാകുന്നു. സൂറ അർ-റഹ്മാനിലും അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. وَإِذَا انشَقَّتِ السَّمَاءُ فَكَانَتْ وَرْدَةً كَالدِّهَانِ. അവിടെ فَإِذَا انشَقَّتِ السَّمَاءُ فَكَانَتْ وَرْدَةً, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിന് വർദി, ലൗൻ വർദി, ഒരു റോസാപ്പൂവിന്റെ നിറം, റോസ് നിറമുണ്ടാകും. ദിഹാൻ, അത് എണ്ണ പോലെ, ഉരുകി ഒഴുകുന്ന എണ്ണ പോലെ ആകാശമായി തീരും എന്നാണ്. ആ അവസ്ഥയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശദീകരിച്ചാണ് സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഷിഖാഖ് ആകാശത്തിന് സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രവുമല്ല, ഇവിടെ ഒന്നുകൂടി പറയുന്നു, അദിനത് ലിറബ്ബിഹാ, ആ ആകാശം തന്റെ റബ്ബിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ എന്നാണ്. അദിന യഅ്ദനു എന്ന് പറഞ്ഞാൽ ഇവിടെ കീഴ്പ്പെട്ടു, വിധേയമായി തീർന്നു എന്നാണ്. അല്ലെങ്കിൽ ഇസ്തമഅത് ലഹു എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്ത് അനുസരണയോടെ
വിധേയമായി നിൽക്കുന്ന ഒരു അവസ്ഥ. മാത്രവുമല്ല വഹഖത്ത്, അങ്ങനെ തന്റെ റബ്ബിന്റെ കൽപ്പനകൾക്കനുസരിച്ച് വിധേയമായി കീഴ്പ്പെട്ട് കഴിയാൻ കടപ്പെട്ട, ബാധ്യതപ്പെട്ട ഒരു സൃഷ്ടിയാകുന്നു ആകാശം. വഹഖത്ത് എന്ന് പറഞ്ഞാൽ ആ ആകാശം അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നു, ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഹക്കിൽപ്പെട്ടതാണ് അത്. വഹഖത്ത് അതിന്റെ കടമയിൽപ്പെട്ടതാകുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അത് കീഴ്പ്പെടുക എന്നുള്ളത്. എന്താണോ അള്ളാഹു ആകാശത്തോട് കൽപ്പിക്കുന്നത് അത് ആകാശം ചെയ്യും. പൊട്ടിപ്പിളരാൻ ആണ് അള്ളാഹുവിന്റെ ആജ്ഞയെങ്കിൽ ആ ആകാശം പൊട്ടിപ്പിളരും. അതാണ് അതിന്റെ വിശദീകരണം എന്ന നിലയിൽ അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആയത്ത്, ആകാശം പൊട്ടിപ്പിളരുകയും ആ ആകാശം അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട് വിധേയമായി നിൽക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി നിൽക്കാൻ അത് അർഹതപ്പെട്ടതാകുന്നു. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും അവന്റെ നിയന്ത്രണത്തിലാണുള്ളത്. അവന്റെ ഹിതമനുസരിച്ചു കൊണ്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചല്ലാതെ ഒരു ഇല പോലും ഈ ഭൂമിയിൽ ഒരു മരത്തിൽ നിന്നും വീഴുന്നില്ല. ഒരു ചെറിയ വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും അറിയുന്നവനാകുന്നു അള്ളാഹു. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുമ്പോൾ വലിയ ഒരു സൃഷ്ടിയായ ആകാശവും ഏറ്റവും ചെറിയ സൃഷ്ടിയായ ഒരു അണുവും ഇവിടെ ആകാശം സ്ത്രീലിംഗ രൂപത്തിലാണ് ഭാഷയിൽ പ്രയോഗിക്കുന്നത് എന്നതിനാലാണ് ഇൻഷഖത്ത് എന്നും അദിനത്ത് എന്നും ലിറബ്ബിഹ എന്നും ഹുഖത്ത് എന്നുമൊക്കെ സ്ത്രീലിംഗ രൂപത്തെ കുറിക്കാനുള്ള ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. إذا السماء انشقت وأذنت لربها وحقت, ആകാശം പൊട്ടിപ്പിളരുകയും അത് തന്റെ രക്ഷിതാവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ്. ഇങ്ങനെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മാ അദിനല്ലാഹു ലിശൈഇൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനും തന്നെ ഇങ്ങനെ അനുവാദം കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ അനുവാദം എന്നൊക്കെ പറഞ്ഞാൽ അതില്ലാതെ ഒരു സൃഷ്ടിക്കും തന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാനുള്ള അനുവാദം പോലും നൽകുന്നത് അള്ളാഹുവിന്റെ അനുവാദമായി കൊണ്ട് തന്നെയാണ്. ഏതേത് കാര്യങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് പ്രവാചക തിരുമേനിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഓരോ സൂക്തങ്ങളും സന്ദർഭത്തിനനുസരിച്ച് അവതരിച്ച് കിട്ടുന്നത്. അങ്ങനെ പ്രവാചകന് കിട്ടുന്ന വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ പോലും ഈണത്തിൽ ഓതാനുള്ള ആ സൗകര്യങ്ങളും ആ അവസ്ഥയും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ലാഹു ആകുന്നു എന്നതാണ്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇദൽ അർദു മുദ്ദത്, ആകാശത്തെ കഴിഞ്ഞാൽ പിന്നെ ഭൂമിക്കുണ്ടാകുന്ന അവസ്ഥയാണ് പറയുന്നത്. വഇദൽ അർദു മുദ്ദത്, ഭൂമി അത് നീട്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ, മദ്ദ
മദ്ദയമുദ്ദു എന്നാണ്. നീട്ടി. ഭൂമിയെ നീട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമി ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റപ്പെടും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് മാറ്റമുണ്ടാകും അന്ത്യദിനത്തിൽ എന്ന് ഉറപ്പാണ്. കാരണം ആ ഭൂമിയെ ഒരൊറ്റ പ്ലാറ്റ്ഫോം ആക്കും, ആകെ നിരപ്പാക്കും. അങ്ങനെ നിരപ്പാക്കിയതിൽ നിന്ന് ആണ് എല്ലാ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ആ നിരപ്പാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും മുളച്ചു പോകാനുള്ള അവരുടെ ശരീരത്തിന്റെ അവശിഷ്ടത്തിലെ വിത്താകുന്ന ഭാഗം അതിന് മുളച്ച് പൊങ്ങാനും അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവാനും പാകത്തിൽ അള്ളാഹു സംവിധാനിക്കും. വൈദൽ അർളു മുദ്ദത്ത് ഐ വഇദാ തുരിബത്തിൽ അർളു വദുക്കത് ജിബാലഹ വതഖഅത്തത് ഔസാലഹ. ഭൂമിയെ അതിൽ നിന്ന് അതിന്റെ ആണികളായി അള്ളാഹു സ്ഥാപിച്ച വലിയ വലിയ പർവ്വതങ്ങൾ അതൊക്കെ കടപുഴകി ഇളകി അതൊക്കെ അവിടുന്ന് വേർപെട്ട് അതെല്ലാം പൊടിഞ്ഞ് തകർന്ന് തരിപ്പണമായി നിരപ്പായി തീരുന്ന ഒരവസ്ഥ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് മറ്റൊരിടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തു സിൽസാൽ. ഭൂമിക്കുണ്ടാകുന്ന പ്രകമ്പനം, അതിശക്തമായ പ്രകമ്പനം. അങ്ങനെ പലയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി ഭൂമിക്കുണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് ഭൂമി ആകെ വലിച്ചു നീട്ടപ്പെടും, പരത്തപ്പെടും. ഇപ്പൊ പത്തിരി എന്ന പലഹാരം നമ്മൾ കണ്ടിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ. അതിന്റെ മാവ് കുഴച്ചിട്ട് പാകത്തിന് എത്ര വലുപ്പമാണോ വേണ്ടത് അത്ര വലുപ്പത്തിലുള്ള നല്ല ബോളുകളാക്കി വെക്കുന്നു. അതാണ് പിന്നീട് പരത്തുന്നത്. അങ്ങനെ ഗോളാകൃതിയിലുള്ള ഈ ഭൂമി അത് നീട്ടി വലിച്ച് പരത്തപ്പെടുന്ന ഒരവസ്ഥ. അപ്പോഴാകുന്നു ഖുർആൻ വിശദീകരിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ഒരു വെള്ളിത്തളിക പോലെ ഒരൊറ്റ പ്ലാറ്റ്ഫോമായി അത് രൂപാന്തരപ്പെടുകയും അതിൽ നിന്ന് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. വഇദൽ അർളു മുദ്ദത്ത്. അങ്ങനെ ഭൂമി നീട്ടപ്പെടുകയും പിന്നെ ഭൂമിക്ക് സംഭവിക്കുന്നത് എന്താണ്? വഅൽഖത് മാ ഫീഹാ. അൽഖ എന്ന് പറഞ്ഞാൽ അത് ഇട്ടുകളയുന്നു, അത് എറിയുന്നു. അൽഖ യുൽഖി, ഇട്ടു. വഅൽഖത് അൽ അർളു, ആ ഭൂമി ഇട്ടുകളയുന്നു. എന്ത്? മാ ഫീഹാ, ആ ഭൂമിയിലുള്ളതിനെ. ആ ഭൂമിയിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഭൂമി എന്തൊക്കെയാണോ അതിന്റെ ഉൾഭാഗത്ത് അത് സംഭരിച്ചു വെച്ചിട്ടുള്ളത്, ഭൂമിയുടെ ഉള്ളിൽ അതൊക്കെ എന്തൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ അതിനെയൊക്കെ അത് പുറത്തേക്കിടും. അൽഖത്ത്, അത് പുറന്തള്ളും, പുറത്തേക്കിടും. മാഫീഹ, ആ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാൽ മാഫി ജോഫിഹ, അതിന്റെ അന്തർഭാഗത്തുള്ളത് എന്തൊക്കെയുണ്ട്? നമുക്കറിയാം, വലിയ വലിയ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് ഭൂമിയുടെ അന്തർഭാഗം തിളച്ചു മറിഞ്ഞ് ഉരുകി, അങ്ങനെ ആ അഗ്നിപർവ്വതത്തിലൂടെ, ഭൂമിയുടെ ഏറ്റവും ലോലമായ അതിന്റെ മേൽപ്പുറത്തിലൂടെയാണ് പൊട്ടിത്തെറിച്ച് ലാവകളൊക്കെ ഒഴുകുന്നത്, അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അതൊക്കെ ഭൂമിക്കുള്ളിലുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യരായ നമ്മളൊക്കെ തന്നെ മറമാടപ്പെടുന്നത് ഭൂമിയിലാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ എന്ത് ചെയ്യുന്നു? ഭൂമി പുറന്തള്ളും. മറ്റൊരു സ്ഥലത്ത് അങ്ങനെ പറയുന്നു, ഭൂമി പുറത്തേക്ക് കൊണ്ടുവരും. എന്ത്?
അസ്ഖാലഹ, അതിന്റെ ഭാരങ്ങളെ. ഉള്ളിൽ എന്തൊക്കെയാണോ അത് അടക്കി വെച്ചിട്ടുള്ളത്, ഭൂമിയുടെ ഒരുപാട് ഭാരങ്ങളെ, അതൊക്കെ പുറന്തള്ളും. ഇന്ന് കാണുന്ന അവസ്ഥയാവുകയില്ല അന്ന് ഭൂമിക്കുണ്ടാവുക എന്നത് ഒന്നുകൂടി വിശദമായിക്കൊണ്ടാണ് സൂറ അൽ ഇൻഷിഖാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ, ആ ഭൂമിയിലുള്ളത്, അതിന്റെ ഉള്ളിലുള്ളതെല്ലാം തന്നെ അത് പുറത്തേക്ക് എറിയുകയും വതഖല്ലത്, അങ്ങനെ അത് കാലിയായി തീരുകയും ചെയ്യും. തഖല്ല യതഖല്ല, ഖാലിയായി. ഖാലി എന്നതാണ് നമ്മൾ കാലി എന്ന് പറയുന്നത്. വതഖല്ലത്, ആ ഭൂമി കാലിയായി തീരുകയും ചെയ്യും. ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് പോന്നാൽ പിന്നെ ഉള്ളിലൊന്നും ഉണ്ടാകൂല, അത് കാലിയാകും. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള എല്ലാം, അതിൽപ്പെട്ടതാണ് മനുഷ്യൻ ഖബറുകളിൽ മറമാടപ്പെടുന്നു, ഭൂമിയിൽ ലയിച്ചു ചേരുന്നു നമ്മുടെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും, ആ ഭൂമിയിൽ നിന്ന് തന്നെയാണ് നാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരു തവണ നിങ്ങളെ അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സൂറ ത്വാഹയിൽ അല്ലാഹു പറഞ്ഞ കാര്യമാണ്. വഇദൽ ഖുബൂറു ബുഅ്സിറത്, വഇദൽ ഖുബൂറു ബുഅ്സിറത്, സൂറ ഇൻഫിത്താറിൽ നമ്മൾ പഠിച്ചു. ഖബറുകൾ അത് ആകെ ഇളക്കി മറിക്കപ്പെടും. എന്തിനാണത്? ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പാകപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ പഠിക്കാനുണ്ട് സൂറ അൽ ആദിയാത്തിലാണ്. ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലെല്ലാം തന്നെ ബുഅ്സിറ, അതൊക്കെ ഇളക്കി മറിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടാകും. അതിനു വേണ്ടിയാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത്? വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, കാലിയാകുന്നത് ഇദാ ഖലത് അൽ അർളു മിൻ ജമീഇ മാ ഫീ ജൗഫിഹാ, ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാറ്റിനെയും പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വതഖല്ലത്, ഖാലിയാകുന്നത് അങ്ങനെയാണ്. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്, ആകാശത്തിന്റെ അതേ അവസ്ഥ എല്ലാ സൃഷ്ടികൾക്കും കേട്ടോ. ആകാശം പോലെ തന്നെ ആകാശത്തിലെ അനന്ത വിസ്തൃത വിശാലമായ ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗോളമാണ് ഭൂമി. വലിയ ആകാശവും അല്ലാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുന്നുവെങ്കിൽ ഭൂമിയും അങ്ങനെ തന്നെയാണ്. വഅദിനത് ലിറബ്ബിഹാ, അത് തന്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ, വഹുഖത്, അത് അങ്ങനെ കീഴ്പ്പെടാൻ കടപ്പെട്ടിരിക്കുന്നു, അതിന്റെ ഹക്കിൽപ്പെട്ടതാകുന്നു. വഹുഖത്, ഭൂമിയുടെ ഹക്കിൽപ്പെട്ടതാകുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാവുക എന്നുള്ളത്. അത് ആകാശത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും സുബ്ഹാനഹു വ തആല ഭൂമിയുടെ കാര്യത്തിലും ആവർത്തിച്ചു പറയുകയും തുടർന്ന് കൊണ്ട് സംബോധന മനുഷ്യനോട്. ഈ പറഞ്ഞ ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ അത്രയും അന്ത്യദിനത്തിൽ ആകാശത്തിനും ഭൂമിക്കും സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഇത് നടക്കാനിരിക്കുന്നതാണ്.
എന്ത് തന്നെയായാലും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആകാശവും ഭൂമിയും. അള്ളാഹു എന്ത് കൽപ്പന നൽകിയാലും ഉടനടി അവ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണോ അവ ആകണമെന്ന് ജഗന്നിയന്താവായ പ്രപഞ്ചപരിപാലകനായ അള്ളാഹു തീരുമാനിക്കുന്നത് അങ്ങനെ അവ തീരുക തന്നെ ചെയ്യും, നിസ്സംശയം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിന്റെ ആശയങ്ങൾ. എന്നിട്ട് അള്ളാഹു സംബോധന മനുഷ്യനിലേക്ക് തിരിച്ചുവിടുകയാണ്. യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നക കാദിഹുൻ, നിശ്ചയം നീ കഠിനാധ്വാനം ചെയ്യുന്നവനാണ് എന്നാണ്. കദഹ എന്ന പദത്തിന്റെ അർത്ഥം അതാണ്. അതിന്റെ സുഫായിലാണ് കാദിഹ്. കദഹ യക്ദഹു, കാദിഹ്. ഇന്നക കാദിഹുൻ, ഇന്നക ആമിലുൻ എന്നാണ്. ഫീ ഹാദിഹിൽ ഹയാ വമുജിദ്ദുൻ ഫീ അമലിക്. മനുഷ്യൻ അടങ്ങിയിരിക്കൂലല്ലോ, അടങ്ങിയിരിക്കുന്ന സ്വഭാവം മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ കഠിന പ്രയത്നങ്ങളും പരിശ്രമങ്ങളും കഠിനമായ അധ്വാനങ്ങളും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് നീ. അപ്പൊ ഈ മനുഷ്യന്റെ കഠിനാധ്വാനത്തിനിടയിൽ അവന്റെ ജീവിതയാത്ര അവൻ തുടർത്തിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച തീരുമാനിച്ച ദിവസവും സമയവും വരുമ്പോൾ ഈ ദുനിയാവിലുള്ള അവന്റെ യാത്ര അവസാനിക്കും. അവൻ ആരെ കണ്ടുമുട്ടും? അവന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടും. അങ്ങനെയുള്ളവനാണ് നീ. ഓ പിറന്ന മനുഷ്യൻ അവന്റെ ജനിച്ച ദിവസം മുതലേ അധ്വാനിച്ചു തുടങ്ങുക. ഒരു കുഞ്ഞ് പിറക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തേക്ക് അവൻ ആഗതനായ ആ ദിവസം മുതൽ അവന്റെ അധ്വാനം അവൻ ആരംഭിക്കുക. അവന് കുടിക്കാനും ദാഹം തീർക്കാനും വിശപ്പടക്കാനുമുള്ള മുലപ്പാല് അള്ളാഹു അവന്റെ മാതാവിന്റെ മാറിടത്തിൽ സജ്ജമാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവന് വേണ്ട പോഷണവും പോഷകാഹാരവും ഒന്നാമത്തെ ദിവസത്തിൽ എന്താണോ അവന് വേണ്ടത് അത് അന്ന് തന്നെ കൊടുക്കും. കൊളസ്ട്രോൾ അടക്കമുള്ള പുതിയ ലോകത്ത് അവന് ഇവിടെയുള്ള വൈറസുകളും അതുപോലെ തന്നെ രോഗാണുക്കളും അതിൽ നിന്ന് അവന്റെ ശരീരത്തെ പ്രതിരോധിക്കുവാനുള്ള അവന്റെ പ്രതിരോധ ശക്തി, അവന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അത് ശക്തമാക്കാനുള്ള സംവിധാനം ആദ്യമായി അവൻ ഇമ്പിക്കുടിക്കുന്ന മുലപ്പാലിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ശ്രമിക്കണം. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നക കാദിഹുൻ, നീ ചെയ്യുന്ന ഒന്നാമത്തെ പണി മനുഷ്യന്റെ അവിടുന്നാണ് തുടങ്ങുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നു, കുടിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കിടന്നാല് ശരീരം അതിനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഉമ്മയുടെ മടിയിൽ കിടന്നോ അല്ലെങ്കിൽ തൊട്ടിലിൽ കിടന്നോ കുഞ്ഞുങ്ങൾ കൈകാലുകൾ ഇട്ടടിക്കുന്നു. അത് ഈ കാദിഹുൻ എന്ന മനുഷ്യ സ്വഭാവത്തിന്റെ പ്രഥമഘട്ടമാണ്. ആക്ടിവിറ്റി ആൻഡ് ഡൈനാമിസം. മനുഷ്യന്റെ ഗതികതയും അവന്റെ ക്രിയാപരതയും കാദിഹുൻ, കദഹ എന്ന ഈ വെർബ് അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ മനുഷ്യൻ ജനിച്ച അവന്റെ ഫസ്റ്റ് ഡേ മുതൽ അവൻ മരിക്കുന്ന ദിവസം വരെ അവൻ അടങ്ങിയിരിക്കേണ്ടവനല്ല, പണിയെടുക്കേണ്ടവൻ. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ, എന്നിട്ടോ ഇലാ റബ്ബിക കദ്ഹ,
നീ എങ്ങോട്ടായി പോകുന്നത്? അവസാനം നീ എവിടെ എത്തും? നിന്റെ റബ്ബിന്റെ അരികിലേക്കാണ് ഈ അധ്വാനമൊക്കെ. ആ റബ്ബിനെ നിഷേധിക്കുന്നവരാണെങ്കിലും അവിടെയാണ്. അങ്ങനെ ഒരു കണ്ടുമുട്ടുന്ന ദിവസമില്ല എന്ന് അവഗണിച്ച് തള്ളുന്ന ആളാണെങ്കിലും അവന്റെ അരികിലാണ് ഫമുലാഖീ, എന്നിട്ട് നീ അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ലാഖാ യുലാഖി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി. മുലാഖി കണ്ടുമുട്ടുന്നവൻ തന്നെയാകുന്നു. അപ്പൊ ഇതാണ് ഈ ആയത്ത് മനുഷ്യനിലേക്ക് സംബോധന തിരിച്ചു വിട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് ഉൾച്ചേർത്തി തന്നിട്ടുള്ളത്. ജീവിതം എന്നാൽ ക്ഷണികമായ ഈ ഭൗതിക ജീവിതമല്ലെന്നും മനുഷ്യന്റെ എത്ര വലിയ അധ്വാനങ്ങളും അവൻ നേടിയ നേട്ടങ്ങളും അവൻ സംഭരിച്ചു വെച്ചിട്ടുള്ള അവന്റെ എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ടവൻ ഓടുകയാണ്, കിടക്കുകയാണ്. കഠിനമായ പരിശ്രമവും യജ്ഞവുമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ്? ഇലാ റബ്ബിക, റബ്ബിന്റെ അരികിലേക്കാണ്. ഈ കദ്ഹുകളെല്ലാം തന്നെ, ഈ അധ്വാനങ്ങളെല്ലാം തന്നെ എന്നതാണ്. ഇവിടെ കദഹ എന്ന പദം പ്രയോഗിക്കാനുള്ള കാരണം വമുബാലിഗുൻ ഫി ഇദ്റാകിൽ ഗായ ഇലാ അൻ തൻതഹി ഹയാതക് എന്നാണ്. നിന്റെ ജീവിതാന്ത്യം വരെ നീ നിന്റെ പരിശ്രമങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷെ നീ നിന്റെ ഈ അധ്വാനത്തെ കുറിച്ച് അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. നീ അതിനെക്കുറിച്ച് അശ്രദ്ധനായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ അരികിലേക്കാണ് നീ പോകുന്നത്. അവന്റെ ലിഖാ, അവനെ കാണാനുള്ള ഒരു അവസരം അല്ലാഹു ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ നീ അറിഞ്ഞിരിക്കണം. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടവസ്ഥകൾ, മിക്കവാറും എല്ലാ സൂറകളിലും അങ്ങനെയുള്ള ഒരു രീതി വിശദീകരണ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യർ രണ്ട് അവസ്ഥകളിലാണ്, രണ്ട് തരക്കാരാണ്. മരണാനന്തര ജീവിതത്തിലും വിജയികളുണ്ട്, ജീവിതത്തിൽ പരാജയം സംഭവിച്ചവരും. فأما من أوتي كتابه بيمينه والناس حينئذ صنفان. ജനങ്ങൾ രണ്ട് വിഭാഗമായി മാറും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ലോകത്ത് വെച്ച്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, എന്നാൽ വല്ലവനും തന്റെ ജീവിത ഗ്രന്ഥം വലതു കൈയിൽ നൽകപ്പെടുകയാണെങ്കിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ വളരെ ലളിതമായ വിചാരണക്ക് വിധേയരാകുന്നതാകുന്നു എന്നാണ്. ഹാസബ യുഹാസിബു, വിചാരണ ചെയ്തു. ഹിസാബ്, വിചാരണ. ഹാസബ യുഹാസിബു, ഹിസാബ് നോക്കി. അവരുടെ കണക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിലെ കണക്ക് നോക്കലാകുന്നു, കണക്ക് കൂട്ടുന്ന ദിവസമാകുന്നു വിചാരണ ദിവസം. ഇവിടെ ആ ഒരു പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ വലത് കരങ്ങളിൽ തങ്ങളുടെ ജീവിതരേഖ നൽകപ്പെടുന്ന ആളുകൾക്ക് ഹിസാബുൻ യസീർ, വളരെ ലളിതമായ എളുപ്പത്തിലുള്ള വിചാരണയായിരിക്കും ഉണ്ടാവും. ഹിസാബൻ യസീറ. നോക്കൂ, അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ ലളിതമായി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സഹാബത്തിനെ ഇടക്കിടക്ക് ഉണർത്തിയിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കുന്നു.
അവര് പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് റസൂല് പറഞ്ഞത്? റസൂലിന്റെ ദുആയാണ് കേട്ടത്, പ്രാർത്ഥന. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. ഇത് ആയിഷ ബീവി ഇങ്ങനെ കേൾക്കാൻ നബി പറയുന്നത്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. നമ്മളും അങ്ങനെ ദുആ ചെയ്യാം. അല്ലാഹുവേ, എന്നെ ലളിതമായ വിചാരണക്ക് വിധേയമാക്കണേ റബ്ബേ, എന്റെ വിചാരണ എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഹാസിബ്നി, എന്നെ നീ വിചാരണ ചെയ്യണമേ. ഹിസാബൻ യസീറാ, എളുപ്പത്തിലുള്ള വിചാരണ. ഖുൽതു, ഞാൻ ചോദിച്ചു നബിയോട്, മൽ ഹിസാബുൽ യസീർ, എന്താണ് ഈ എളുപ്പത്തിലുള്ള വിചാരണ നബി? മൽ ഹിസാബുൽ യസീർ എന്നാണ് ആയിഷ ബീവി ഇത് കേട്ടപ്പോൾ ചോദിച്ചു. അപ്പൊ എളുപ്പത്തിലുള്ള വിചാരണ റസൂല് പറഞ്ഞു കൊടുത്ത എന്താണെന്ന് ഖാൽ, അവിടുന്ന് പറയുകയുണ്ടായി, യുൻദറു ഫീ കിതാബിഹി, അടിമയുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ നോക്കും, വയതജാവസു അൻ സയ്യിആതിഹി, എന്നിട്ട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ അവന് വിട്ടു പുറത്ത് മാപ്പാക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്തായി? ഹിസാബി യസീറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യം അതിലും എതിരുമില്ലാത്ത അളവറ്റ അള്ളാഹുവിന്റെ റഹ്മത്ത് 99% അങ്ങോട്ട് കൊണ്ടുപോയിക്കാണല്ലോ. ഈ ഭൂമിയിൽ ഒരൊറ്റ അംശം മാത്രമുള്ളൂ റഹ്മത്തിന്റെ. 99 അംശവും അള്ളാഹു അവന്റെ അടിമകളോട് പരലോകത്ത് നൽകാൻ വേണ്ടി, കാരുണ്യം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യാ റഹ്മാനസ് സമാവാതി വൽ അർദ് അൻത അർഹമുർ റഹീമീൻ. അള്ളാഹു അത്ര ദയാപരനാണ്, കരുണാമയനാണ്, കരുണാനിധിയാണ്. അതാണ് ഹിസാബുൻ യസീർ. നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മലക്കുകൾ കേൾക്കുകയാണ്, എഴുതുകയാണ്, റെക്കോർഡാക്കപ്പെടുകയാണ് എല്ലാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവനിൽ വിശ്വസിച്ച, അവനെ അംഗീകരിച്ച, വിചാരണയുണ്ടെന്ന് ബോധ്യമുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടും, ലിഖാഉല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു ദിനമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് യസീറാക്കി കൊടുക്കും. എന്നാൽ റസൂൽ പറഞ്ഞു, ഫഅമ്മാ മൻ നൂഖിശൽ ഹിസാബ് വഅമ്മാ മൻ നൂഖിശ അൽ ഹിസാബ്, വല്ലവരും വിചാരണ കണിശമാക്കപ്പെടുകയാണെങ്കിൽ, എല്ലാം സൂക്ഷ്മമായ പരിശോധനക്ക്, സ്ക്രൂട്ടിനി കേട്ടോ, നമ്മുടെ കിതാബ് നോക്കിയിട്ടേ അതൊരു സൂക്ഷ്മ പരിശോധനക്കാണ് വിധേയമാക്കപ്പെടുന്നതെങ്കിൽ ഫഖദ് ഹലക്, ആ വ്യക്തി നശിച്ചത് തന്നെ, അവന് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹുവേ, എനിക്ക് എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ. ഇതാണ് ഈ ആയത്തിൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. മാത്രവുമല്ല, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വയൻഖലിബു, ഇൻഖലബ യൻഖലിബു നമ്മൾ നേരത്തെ പഠിച്ചു. അവൻ മടങ്ങി പോകുന്നതാകുന്നു, തിരിച്ചു പോകുന്നതാകുന്നു. വയൻഖലിബു, എങ്ങോട്ട്? ഇലാ അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്, തന്റെ പ്രിയപ്പെട്ടവരിലേക്ക്,
തന്റെ ബന്ധുമിത്രാദികളിലേക്ക്, തന്റെ കുടുംബത്തിലേക്ക് എങ്ങനെ മസ്റൂറ, വളരെ സന്തോഷത്തോടുകൂടി, സന്തുഷ്ടനായി, സംപ്രീതനായി, ആനന്ദിച്ച് ആഹ്ലാദിച്ച് അവൻ അങ്ങനെ പോകും. കാരണം വിജയിച്ചു, ജീവിതത്തിൽ രക്ഷപ്പെട്ടു. വിജയം എപ്പോഴും മനുഷ്യന് ആനന്ദം പകരുന്നതാണല്ലോ. പ്രത്യേകിച്ച് പരാജയത്തിന്റെയും ദുരിതങ്ങളുടെയും നരകയാതനകളുടെയും കയ്പുനീരുകൾ അനുഭവിക്കുന്ന ആളുകളെ നേരിൽ കണ്ട് അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കിട്ടാതെ രക്ഷപ്പെട്ട് വിജയം വരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെയായിരിക്കും. സാധാരണ ഒരു വിജയം പോലെയായിരിക്കും പരലോകത്ത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ നേരത്തെ തന്നെ കേട്ടോ ധാരണയുണ്ടായിരുന്നു. ഹാഉ മുഖ്റഊ കിതാബിയ ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചുറപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള കണക്ക് നോക്കുന്ന ഒരു ദിവസം എനിക്കുണ്ടാകുമെന്നും ആ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഉത്തരം പറയേണ്ടി വരുമെന്നുമുള്ള ബോധം എന്റെ ജീവിതകാലത്ത്, എന്റെ ഈ പരിശ്രമത്തിൽ, കദഹിൽ ഞാൻ മറന്നിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് വിജയം വരിക്കാൻ കഴിയുന്നത്. നേരെ മറിച്ചോ രണ്ടാമത്തെ വിഭാഗം, അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ. മറ്റു പല ആയത്തുകളിലും യമീന് പറഞ്ഞാൽ ഷിമാല് പറയും. വസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ വസ്ഹാബു ഷിമാൽ മാ അസ്ഹാബു ഷിമാൽ. ഇതൊക്കെ ഖുർആനിന്റെ ശൈലിയാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജീവിതരേഖ കൊടുക്കുന്നത് വലത്തെ കയ്യിൽ കൊടുത്തവർ രക്ഷപ്പെട്ടു, ഏറ്റുവാങ്ങിയവർ. പിന്നെ സ്വാഭാവികമായും ഇടത്തെ കൈയിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇവിടെ അതിൽ ചെറിയ ഒരു വ്യത്യാസം. അമ്മാമൻ ഊത്തിയ കിതാബഹു, എന്നാൽ വല്ലവനും തന്റെ ജീവിതരേഖ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വറാഅ ലഹരിഹി, വറാ എന്ന് പറഞ്ഞ പിൻഭാഗം, പിന്നിലൂടെ, വറാ വറാ ലഹർ, ലഹർ എന്ന് പറഞ്ഞാൽ മുതുക്, ലഹർ മുതുക്, വറാ ലഹരിഹി അപ്പൊ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടാൽ എന്നാണ്. മറ്റേത് അന്തസ്സോടുകൂടി നേർക്ക് നേരെ മുന്നിലൂടെ വാങ്ങുകയാണ് വലത്തെ കൈ. സമ്മാനങ്ങളൊക്കെ അങ്ങനെയല്ല കൊടുക്കുക. അന്തസ്സോടുകൂടി വലതു കൈയിൽ ജീവിതരേഖ ഏറ്റുവാങ്ങുന്നു. മറ്റേതോ അഭിമാനത്തോടു കൂടിയാണ് അത് ഏറ്റുവാങ്ങുന്നത് വലത്തെ കൈയിൽ. ഇടത്തെ കൈയിൽ വാങ്ങുന്നതോ അവൻ അപമാനിതനായി, ആരും കാണണ്ട, എനിക്ക് പക്കൻ തിന്നത് എന്ന് പറഞ്ഞിട്ട് കൈ ലഹരിഹി കണ്ടോ. അതിൽ ശരിക്കൊരു ഇസ്തിഹ്സ ഉണ്ട്. ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകൾ ഇടത്തെ കൈയിൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ മുതുകിന്റെ പിന്നിലൂടെയാകുന്നു ലഹരിഹി. അങ്ങനെയുള്ള ആളുകൾ ഫസൗഫ യദ്ഉ സുബൂറാ, ഫസൗഫ യദ്ഉ, അവർ ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു വിലപിക്കുമെന്നാണ്. അവിടെ പ്രാർത്ഥിക്കുമെന്ന അർത്ഥത്തിലല്ല, അവർ വിളിക്കുന്നതാണ്. എന്താണ് അവർ വിളിച്ചു പറയുക? സുബൂറ. സുബൂർ എന്ന് പറഞ്ഞാൽ നാശമേ, നാശമേ, എന്റെ നാശമേ എന്ന്. യാ വൈലത്ത എന്നൊക്കെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രയോഗമാകുന്നു എന്ത്? സുബൂർ എന്നത്. അസുബൂർ എന്ന് പറഞ്ഞാൽ അൽ ഹലാഖു, നാശം. അയ്യുനാദി, ഈ ഇടത്തെ കയ്യിൽ അല്ലെങ്കിൽ മുതുകിന്റെ പിന്നിലൂടെ ജീവിതരേഖ നൽകപ്പെട്ട ആള് വിളിച്ചു പറയുന്നു വാ സുബൂറ, വാ സുബൂറ എന്നാണ്.
നിങ്ങൾ എത്ര സുബൂർ വിളിച്ചാലും ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു. ഒരു സുബൂറാക്കേണ്ട സുബൂറും കസീർ വിളിച്ചാലും സൂറ ഫുർഖാൻ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷയില്ല. അപ്പൊ അവൻ നാശമേ എന്ന് നിലവിളിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസൗഫ സൗഫ സീന് സൗഫ എന്നുള്ള ഈ പ്രയോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാവിയിൽ, അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ആണ് സൗഫ എന്ന് മുളാരിയായ പദത്തിന്റെ മുന്നിൽ വരുന്നു. അല്ലെങ്കിൽ സൗഫ യഖൂലു സയഖൂലു സയഖൂലു സുഫഹാ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അതാണ് ഭാഷ. മാത്രവുമല്ല അവൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പദമാണ്, പഠിച്ചുപോയി. കത്തി എരിയുന്നു എന്നാണ്. എരിഞ്ഞുകൊണ്ടിരിക്കും അവർ. ഇവിടെ സഈർ എന്ന് പറയുന്നത് തന്നെ നാറുൻ ഇസ്തഅറയാണ്. ഇസ്തഅറ എന്ന് പറഞ്ഞാൽ അങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കുക, എരിഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ കത്തിക്കൊണ്ടേയിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകാഗ്നിക്കാണ് സഈർ എന്ന പദപ്രയോഗം. അപ്പൊ എവിടെയാണ് അവർ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ നരകാഗ്നിയിൽ അവർ എരിഞ്ഞുകൊണ്ടേയിരിക്കും. വൈസ്ല സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ദുനിയാവിൽ അവന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്നഹു കാന ഫീ അഹ്ലിഹി, അവൻ തന്റെ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. പക്ഷേ അവൻ എന്ത് മറന്നുപോയി? അവന്റെ ജീവിതയാത്രയിൽ അവൻ മറക്കാൻ പാടില്ലാത്ത, എന്നെന്നും ഓർത്തിരിക്കേണ്ടിരുന്ന ഒരു കാര്യത്തെ അവൻ വിസ്മരിച്ചു കളഞ്ഞു. ഇന്നഹു ലന്ന അല്ലൻ യഹൂർ. ഈ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം ആസ്വദിച്ചാനന്ദിച്ച് അങ്ങനെ ആഹ്ലാദത്തോടെ കഴിയുന്നതിനിടയിൽ അവന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അവൻ മറന്നുപോയി. അതവിടെ അല്ലാഹു ഉണർത്തുന്നത്. ഇന്നഹു ലന്ന, നിശ്ചയമായും അവൻ ധരിച്ചത് എന്താണ്? അല്ലൻ യഹൂർ, അല്ലൻ യർജിഅ, ഒരിക്കലും ഇനി വേറൊരു ലോകത്തേക്ക് അവൻ മടക്കപ്പെടുകയില്ല. അവൻ മടങ്ങി വരുന്നതേയല്ല. ലൻ വന്നാൽ അങ്ങനെയാണ്, ഒരിക്കലും ഇല്ല എന്നർത്ഥത്തിലാണ് ലൻ പ്രയോഗിക്കുക. ലൻ യഹൂറ, ലൻ യർജിഅ, ഹാറ യഹൂറു, റജഅ യർജിഉ. അപ്പൊ ഒരിക്കലും അവൻ ഇനി മടക്കമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകത്തേക്ക് മടക്കപ്പെടുകയില്ലെന്ന്, തന്റെ രക്ഷിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച അവൻ ഉണ്ടാവുകയില്ല എന്നാണ് അവൻ വിചാരിച്ചത്. അത്തരക്കാരായ ആളുകൾ നരകത്തിൽ കിടന്നെരിയും. കാരണം അവന്റെ ധാരണ എന്തായിരുന്നു എന്നോ? അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂൽ യാ ലൈതനീ ലം ഊത കിതാബിയ. നമ്മൾ പറഞ്ഞല്ലോ, മുതുകിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇടത്തെ കയ്യിൽ ജീവിതരേഖ നൽകപ്പെടുന്ന ആളുകള് അവർ അന്ന് യദോ സുബൂറ, ആ നാശമേ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കും. ഫയഖൂൽ, അവൻ പറയും, യാ ലൈതനീ ലം ഊത കിതാബിയ, എന്റെ ഈ ജീവിതരേഖ പുസ്തകം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതിരി മാ ഹിസാബിയ, വലം അതിരി മാ ഹിസാബിയ, വിചാരണ എന്നാൽ എന്താണെന്ന് എനിക്ക് അറിയാതെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
മാ അഗ്നാ അന്നീ മാലിയ, അന്ന് അവന്റെ സമ്പത്തൊന്നും അവന് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കില്ല. മാ അഗ്നാ അന്നീ മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഒരു ഉപകാരത്തിലും ഉൾപ്പെടുത്താനാവുന്നില്ലല്ലോ. ഹലക അന്നീ സുൽത്താനിയ, ദുനിയാവിലുണ്ടായിരുന്ന എന്റെ എല്ലാ അധികാരവും നശിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് മനുഷ്യൻ വിലപിക്കും. അതാണ് ആ വിലാപം. അപ്പൊ ഈതാഉ അൽ കിതാബ് ബിൽ യമീൻ, അതാണ് മനുഷ്യരായ എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. എന്നാലോ ഈതാഉൽ കിതാബിൽ യസാ, ഇടത്തെ കയ്യിൽ, ഔ വറാ അൽഹർ, മുതുകിന്റെ പിന്നിലൂടെയാണ് ലഭിക്കപ്പെടുന്നതെങ്കിൽ അവൻ നശിച്ചതു തന്നെ, അവൻ ഒരിക്കലും പിന്നെ രക്ഷയില്ല എന്ന കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇന്നഹു ലന്ന അല്ലൻ യഹൂർ ബലാ, എന്നാൽ അങ്ങനെയല്ല മനുഷ്യ, നിസ്സംശയം അതെ, നീ വിചാരിച്ച പോലെയല്ല. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറാ, ഇന്ന റബ്ബഹു, നിശ്ചയമായും അവന്റെ രക്ഷിതാവ്, ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവന്റെ ഓരോ കാര്യങ്ങളും, കാന ബിഹി എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച്, അവനെ സംബന്ധിച്ച്, അവനെ പറ്റി, ഓരോ മനുഷ്യനെ പറ്റിയും യാ അയ്യുഹൽ ഇൻസാൻ എന്ന് അല്ലാഹു സംബോധന ചെയ്തില്ലേ, ആ ഓരോ മനുഷ്യനെ പറ്റിയും കാന ബിഹി ബസീറ, അവനെല്ലാം കണ്ടറിയുന്നവനായിരുന്നു. നമ്മളെ അല്ലാഹു കൃത്യമായി നിരീക്ഷിക്കുന്നു. നമ്മുടെ ഓരോ ചെയ്തികളും കാണുന്നുണ്ട്, നമ്മുടെ ഓരോ സംസാരങ്ങളും കേൾക്കുന്നുണ്ട്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു റബ്ബ്, ആ റബ്ബിനെയല്ലേ അവൻ വിസ്മരിച്ചത് എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മുറാഹിമീനായ നാഥ, കരുണാമയനെ, നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോകുന്ന പിഴവുകളെ, ഞങ്ങളുടെ സ്ഖലിതങ്ങളെ, വീഴ്ചകളെ, തെറ്റുകളെ, കുറ്റങ്ങളെ, പോരായ്മകൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം. വിചാരണ നാളിൽ ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കി തീർക്കേണ്ടതാണ്. വലതുകരങ്ങളിൽ ജീവിതരേഖ ഏറ്റുവാങ്ങുന്ന സദ്വൃത്തരും സജ്ജനങ്ങളുമായ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ അമലുകൾ തൂക്കിക്കണക്കാക്കുമ്പോൾ നന്മയുടെ തട്ട് കരം തൂങ്ങുന്ന വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാൻ. നീയുമായുള്ള കൂടിക്കാഴ്ച, ലിഖാഉർ റബ്ബ്, ഏറ്റവും സന്തോഷകരമായ ആ ആനന്ദദായകമായ നിമിഷം വിശ്വാസികളായ ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണമേ നാഥ. അന്ത്യദിനത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണമേ തമ്പുരാൻ. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين، وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.